പ്രിയ സുഹൃത്തുക്കൾക്ക് മൈനോക്രോടോക്സിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സാധനം കേട്ടോ. ഇത് വലിയ കുളങ്ങര ആലപ്പുഴ ജില്ലയിലെ പേര് കേട്ട ഒരു ക്ഷേത്രമാണ്. അതായത് കെട്ട് കുതിരകൾ, നല്ല വലിപ്പമുള്ള കെട്ടുകുതിര വിളിക്കുന്ന ക്ഷേത്രം. നീ കണ്ടോ, ഇത് കെട്ടുകുതിര എന്നെ പൊക്കമെന്നുണ്ടോ. പല നിലകളിലായി പണിത് ദേവിയുടെ പല ഭാവങ്ങൾ കുത്തിവെച്ച് ഇതിൽ ഓരോരോ രൂപങ്ങളും കാര്യങ്ങളും എല്ലാം അവർ ആലേഖനം ചെയ്തിട്ടുണ്ട്. ദാരികാവധം, അങ്ങനെ ശ്രീകൃഷ്ണൻ, അങ്ങനെ ഒരുപാട് സംഭവം, വേതാളത്തിൻ്റെ മുകളിലിരിക്കുന്ന ഭഗവതി, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ആ കിടക്കണ കയറിലാണ് ഇത് വലിച്ചുകൊണ്ട് വരുന്നത്. അതിനടിയിൽ വലിയൊരു എന്തോ പറയണേ, നമ്മുടെ ഒരു വണ്ടി പോലെ ഒരു ഇതുണ്ട്, നല്ല ബലമുള്ള ഈ തടിയുടെ ചക്രം കണ്ടോ. ഇതിൽ നല്ലൊരു ടവറിൻ്റെ, ഒരു BSNLൻ്റെ ഒരു ടവറിൻ്റെ പൊക്കമുണ്ട്, ഒരു മീഡിയം വലിപ്പമുള്ളൊരു ടവറിൻ്റെ പൊക്കമുണ്ട്. ഇത്രയും അലങ്കരിച്ച് റെഡിയാക്കി വെച്ചേക്കുന്നത് ഇത് കണ്ടോ. ഇത് ഇപ്പം നടക്കുന്നത് വലിയ കുളങ്കരയാണ്, നാളെ ഇത് ചിട്ടികുളങ്കരയുണ്ട്. ഇവിടെ 5, 6, 7, 8 ആണെങ്കിൽ അവിടെ അതിലും കൂടുതലുണ്ടെന്നാണ്. ഓരോ മേഖലകളിൽ ഓരോ തരത്തിലുള്ള ഉത്സവമാണ്. ഓരോരുത്തർ വരുമ്പോൾ കെട്ട് കാഴ്ചകൾ, പിന്നെ ഒരിടത്ത് കാളകൾ, പിന്നെ തേര്. നമ്മൾ പാലക്കാടൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ രഥോത്സവം, അങ്ങനെ ഓരോ ഉത്സവത്തിനും ഓരോരോ നാടിനും അവരുടേതായ ഓരോ പൈതൃകങ്ങൾ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈ വഴി നീളത്തേരെ കിടക്കണം കേട്ടോ, 5, 6 എണ്ണം ഉണ്ട്. ഇതെല്ലാം വന്ന് ക്ഷേത്രത്തിൽ വന്ന് കയറി ആ ക്ഷേത്രത്തിനെ പ്രദക്ഷിണം വെച്ച് നിരനിരയായിട്ട് അടുക്കി ക്ഷേത്രത്തിൽ ഇടും. അപ്പോൾ 2-3 ദിവസം കാണുമെന്ന് പറഞ്ഞേ. ഇന്നിപ്പം എല്ലാം കയറി എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് ഈ തേര് വലിക്കുന്ന കാണാൻ ഈ നാട്ടിലുള്ള സകലമായ ജനങ്ങളുമുണ്ട്. അവരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തേരിൻ്റെയും മേളത്തിനും താളത്തിനും വെച്ച് താളം തുള്ളി എല്ലാ കാഴ്ചകളും കാണാൻ നടക്കുക. ഇതിൻ്റെ ഈ തേര് കുതിര, കെട്ടുകുതിര, തേരല്ല കേട്ടോ, കെട്ടുകുതിര കൊണ്ടിരുന്ന ആ ചെയ്യുന്ന ഒരു സംഭവം ഇതാണ്. ഇപ്പം നമ്മളിവിടെ തേരെന്നോ വണ്ടി എന്നൊക്കെ പറയും. ഇത് തിരിക്കാനുള്ള പരിപാടിയില്ല. കാരണം വെച്ചാൽ വന്ന വഴിയിൽ നിന്ന് ഇത് തിരിഞ്ഞ് ക്ഷേത്രത്തിൽ കയറണം. ഇത്രയും വലിയ സാധനം ഇത്രയും ബാലൻസിൽ അതിൻ്റേതായ രീതി നിർമ്മിച്ച്, അതായത് ഇത് ബാലൻസ് ഉപകരിക്കാനുള്ള അതിൻ്റെ നിർമ്മാണ രീതി തന്നെ അങ്ങനെ. അതിനെ 2 വശത്ത് കയറിട്ട് ബന്ധിപ്പിച്ച് ഈ സംഭവം ക്ഷേത്രത്തിൽ കൊണ്ടുവരണമെങ്കിൽ ചില്ലറ കഷ്ടപ്പാടൊന്നുമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് 2-3 മാസങ്ങൾക്ക് മുമ്പ് ഇവർ ആരംഭിക്കുന്നതാണ് തോന്നുന്നത് ഇത് നിർമ്മിക്കാൻ. ആ പൊക്കം നോക്കി, എന്താ കലാപരമായിട്ടാണ് ചെയ്തേക്കെന്ന് നോക്കി. നെറ്റിപ്പൊട്ടമൊക്കെ ചാർത്തി അതിനകത്ത് താഴെ ദേവിയുടെ ഒരു വിഗ്രഹം വെച്ച് ആ വിഗ്രഹത്തിന് അവർ അലങ്കരിച്ച് കണ്ടോ. ചേച്ചിമാരും പിള്ളേരും ഒന്നും വേണ്ട, അവർക്കൊരു ഉത്സവമാണ്. അവരതിനെ നിർമ്മിക്കുന്ന സ്ഥലത്ത് നിന്ന് ഓരോ കരക്കാര ഓരോന്നിനും പേരിട്ടുണ്ട്. ഒന്നാമൻ, വടക്കേക്കര, വടക്കേക്കര നമ്പർ 1, നമ്പർ 2, അങ്ങനെ നിരവധി. ഈ കെട്ടുകാഴ്ച അവർക്ക് ആ ദേവിയുടെ അവിടെ കൊണ്ട് വലിച്ച് ആ കെട്ടുകാഴ്ച കൊണ്ട് അവിടെ കൊണ്ട് ദേവിയുടെ അവിടെ കൊണ്ട് കാണിക്കണമെന്നുള്ളതാണ് അവരുടെ ആ ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പതിനാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആകെപ്പാട് വിഷമമായിരിക്കും. ഇനി അടുത്ത വർഷം അശ്വതി വരെ കാത്തിരിക്കണമല്ലോ. നോക്കി, ഇത് മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് കെട്ടുകാളുകളുണ്ട്, അലങ്കാരം ചെയ്ത വാഹനങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓരോ സ്ഥലത്തും വന്നുകൊണ്ടിരിക്കും. ഓരോ കരയിൽ നിന്ന് തേര് വന്നുകൊണ്ടിരിക്കും. വരുന്നതിനെ ഇങ്ങനെ ക്ഷേത്രത്തിൽ കയറി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച്, ഇതാണ് ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് ക്ഷേത്രത്തിൻ്റെ അപ്പർ സൈഡിൽ കൊണ്ടിടും. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യം ഭേദപ്പെട്ട രീതി പെയ്തു കേട്ടോ. മഴയൊന്നും അവർക്കൊരു വിഷയമല്ല. മഴയെപ്പറ്റി അവർ ചിന്തിക്കണമില്ല. മഴ പെയ്തെന്ന് പറഞ്ഞാൽ ആളും കുറയത്തില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ആൾ കൂടത്തുള്ളൂ. മഴത്തുള്ളി താഴെ വീഴാതിരിക്കാനുള്ള സംഭവങ്ങൾ അവർ ചെയ്യും അവിടെ. കാരണം താഴെ വീഴാൻ പറ്റില്ല. അതുപോലെ ആ മഴ കഴിഞ്ഞപ്പോഴത്തെ അടുത്ത തേര് വന്ന് കയറുന്ന ഓരോരോ തേര് വന്ന് കയറുക, ഓരോരോ തേരാ വന്ന് കയറുന്ന ക്ഷേത്രത്തിലോട്ട്. നോക്കി, പിള്ളേരെ ഉണ്ടാവും. പിള്ളേര് മാത്രമല്ല കേട്ടോ, എല്ലാ പ്രായത്തിലുള്ള മനുഷ്യന്മാരും ഉണ്ട്. പിന്നെ അത് ആ ക്ഷേത്രത്തിൻ്റെ സ്റ്റേജ് ആക്കാണ്. അവിടെ നിരവധി പരിപാടികൾ നടക്കുന്നുണ്ട്. കഥകളിയുണ്ട്, നാടകമുണ്ട്, പിന്നെ ഈ ക്ഷേത്ര കലകളുണ്ട്, ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ചാക്യാർ കൂത്ത് പോലത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഫുള്ള് ഇവിടെ ആഘോഷമായിരിക്കും. ഇരുട്ടായി തുടങ്ങി. ഇതിനകത്ത് വേറെ സംഭവമുണ്ട്. ഇതിനകത്ത് ഇനി 2-3 ഈ കെട്ടുകുതിരകൾ വരാനുണ്ട്. അത് ഒരു വയലിൽ കൂടെ വലിച്ചുകൊണ്ട് വരുന്നത്, ഭയങ്കര വയലിൽ കൂടെ. ഇത് കണ്ടോ, ഭഗവതിയെ ജീവിതയിലേറി എല്ലാ കെട്ടുകാളുകളുടെ അടുത്തും ഭഗവതി ചെല്ലുമെന്ന് പറഞ്ഞു കേട്ടോ. ഇത് കണ്ടോ, കെട്ടുകുതിര എടുത്ത് ചെല്ലുമെന്ന് പറഞ്ഞു. കുതിര എടുത്ത് എന്നിട്ടാണ് അടുത്ത കുതിര എടുത്ത് പോകും, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ച് പോകും. പിന്നെ വരാൻ താമസിക്കുന്ന കുതിരകളെ അങ്ങോട്ട് വിളിക്കാൻ ഭഗവതി ചെല്ലും. അതൊക്കെ അവർ ആ ഒരു ഫീലിങ്ങിനാണ് പറയുന്നത്. ഭഗവതി വരും, ഭഗവതി വന്നു കഴിഞ്ഞാൽ ഈ കുതിര ഇവിടുന്ന് പോകും, കുതിര ഇവിടുന്ന് അനങ്ങുമെന്നൊക്കെ അവർ പറയണം. അങ്ങനെ വേണ്ട, നിരത്തി കൊണ്ടിട്ടേക്കണം.
ഇത് കണ്ടോ, 3 ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്തു, 2 ക്ഷേത്രത്തിന് പുറകിലും, ഒരെണ്ണം നമ്മൾ ആ ക്ഷേത്രത്തിന് സൈഡിൽ കയറുന്ന വഴിയിലും വന്നേക്കണം കേട്ടോ. ആ പുറകിൽ കിടക്കുന്ന 2 ക്ഷേത്രത്തിന് പുറകിലാണ് വന്നിരിക്കുന്നത്. ഇതിനോടെല്ലാം അടുപ്പിച്ച് മുട്ടിച്ച് കൊണ്ട് നിർത്തും. എന്നിട്ട് 2-3 ദിവസം ഫുള്ള് ഉത്സവം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ ഇത് കാണുമെന്ന് പറഞ്ഞു. ഇതേ കെട്ടുകാളകൾ നമ്മൾ ശിവരാത്രിക്ക് കവറാട്ട് കണ്ടില്ലായിരുന്നോ, അതേ സംഭവം. എല്ലാത്തരുടെ പേരും കരകളും ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ പറഞ്ഞ സംഭവമാണ്. ഏതാണെന്ന് അറിയാം, നമ്മൾ പറഞ്ഞില്ലേ ചേറിൽ പൊതിഞ്ഞ് കിടക്കണമെന്ന് പറഞ്ഞില്ലേ, ഈ ചേറിൽ പൊതിഞ്ഞ് കിടക്കണ സാധനം മുട്ടപ്പൻ ചെളി അപ്പോൾ ഇതിനകത്ത് കാണാം. പക്ഷെ എനിക്കിത് ഇങ്ങനെ സംഭവം നടത്തില്ല. അങ്ങനെ ഞാൻ ഇച്ചിരി കൂടെ നേരം വെട്ടമാകുമ്പോൾ നിർത്താനായി, അതൊന്നും പറ്റിയില്ല, എനിക്കറിയത്തില്ലായിരുന്നു, അത് പറ്റിപ്പോയതാ. അത് ഒരു തേരും 2 കുതിരയും ഒരു കാളയും, ഒരു കെട്ടുകാളയും കിടപ്പുണ്ട്. ആ കെട്ടുകാള എവിടെയാണ് ആ വെട്ടം കാണുന്നത്, ഇപ്പോൾ കാണാമേ. ഇത് കണ്ടോ, ഫുള്ള് ചെളി. അതേ മുട്ടപ്പൻ ചെളിക്കകത്തൊരു മനുഷ്യന്മാർ വരുന്ന നോക്കി. ഈ ചെളിക്കകത്തുള്ള ഇത് വലിച്ചുകൊണ്ട് വരുന്നത്. ഇത് ഒരു വലിച്ചു കയറ്റും. എല്ലാ വർഷവും ഇത് ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. മഴ പെയ്യുന്ന കാര്യം അവർക്കറിയാം, മഴയത്ത് ഇത് ചെളി പൂണ്ട് വരുമെന്ന് അറിയാം, ഇതൊക്കെ അറിയാം. പക്ഷെ എന്നു പറഞ്ഞു കഴിഞ്ഞാലും അവരതിൻ്റെ സ്ഥാനവും ആ കരക്കാരുടെ ആ ഇത് മാറ്റത്തില്ല. കാരണം വെച്ചാൽ ഇവരെ പ്രതീക്ഷിച്ച് ഒരുപാട് ആൾക്കാർ അവർ കാത്തിരിപ്പുണ്ട്. ഈ വഴി നീളെ ഇവർ ഈ വലിച്ചുകൊണ്ടിരുന്ന വഴി നീളെ ലൈറ്റ് വിട്ട് ഇവർ കയറി വരുന്നത് കാണാൻ ഒരുപാട് ആൾക്കാർ അവിടെ കാത്തിരിപ്പുണ്ട്. നോക്കി പിള്ളേർ വരുന്നുണ്ടോ, ഒരെണ്ണമില്ല, ഒരു സ്ഥലമില്ല അവരുടെ ശരീരത്തിൽ ചെളി പറ്റാത്ത. കാരണം 1/2 ഭാഗത്തിന് മേളിൽ ചെളി. ആ ചെളിക്കകത്തൂടാണ് നമ്മൾ മുമ്പേ കണ്ട റോഡിൽ കണ്ടിലെത്തിയിരിക്കണേ അതുപോലത്തെ ചക്രവും അതുപോലെ വലിയ കമ്പുകളും അതല്ല ഈ ചെളിക്കകത്തൂടെ അവർ വലിച്ചുകൊണ്ട് വരുന്നത്. ആരാണെന്നുണ്ടെങ്കിലും ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും അവരാ ഉത്സവത്തിന് എഫർട്ട് അത് കണ്ട്, പിന്നെ നമ്മൾ ഈ ഉത്സവമൊക്കെ നടത്തി കുറച്ചൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഇതറിയാം, അതിൻ്റെ ഒരു എഫർട്ട്. ഇവർ ഇച്ചിരി കൂടെ അപ്ഡേറ്റ് ആയിട്ടോ, ഒരു ക്രെയിനൊക്കെ കൊണ്ടുവന്ന് അവർ വലിച്ചേക്കുന്നത്. കാരണം വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ ഏറ്റവും എളുപ്പം ക്രെയിനാണ്. അതോ ഭീമാകാരനായ ഒരു കെട്ടുകാള കേട്ടോ. എന്തായാലും വലിയ കുളങ്ങര അശ്വതി മഹോത്സവം അടിപൊളിയായി. ചെളിക്കാരൻ ആ തേര് കയറി വരുന്ന കാത്ത് ഈ മനുഷ്യന്മാർ നേരം വെളുക്കുന്നതിന് വരെ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഏകദേശം വെളുക്കാറാകുമ്പോഴേ വരുവോളെന്ന് പറഞ്ഞു. നമുക്കതുവരെ ഇരിക്കാൻ പറ്റിയില്ല, ഇരിക്കാൻ പറ്റത്തില്ല, നമ്മൾ മടുത്തുപോയി. എല്ലാം നല്ല ഭംഗിയായിട്ട് കൊണ്ട് നിരത്തി അടുക്കി അമ്പലത്തിൽ കൊണ്ടിട്ടേക്കണം. ഇത് വലിയ കുളങ്ങര, നാളെ ചെട്ടികുളങ്ങര കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരു അശ്വതി ഉത്സവം ആശംസകളും. ഇതിലും നന്നായിട്ട് ഇനി ഉത്സവം മുന്നോട്ട് നടത്താൻ ഇവർക്ക് ഇവരുടെ ഈ സംഘടനാബോധവും ശക്തിയും സാമ്പത്തികവും എല്ലാം ഇവർക്ക് നാളെ ഈ ക്ഷേത്രത്തിൽ നിന്നും ഭഗവതിയുടെ കാര്യത്തിൽ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ബൈനോക്കൽ ടോക്സ് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.